ഹലോ ഫ്രണ്ട്സ്, റിസർച്ച് പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്ന്, അതായത് 9/11/2024 പി എസ് സി നടത്തിയ ഡിഗ്രി ലെവൽ പരീക്ഷ ലോക്കൽ സെൽ ഗവൺമെൻറ് സെക്രട്ടറി 155/2024 ആ പരീക്ഷ നല്ല നിലവാരത്തിലായിരുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെങ്ങനെ തന്നെ പഠിച്ചിട്ട് പോയാലും ശരി, നമ്മൾ പഠിച്ച രീതിയിൽ നിന്ന് വിഭിന്നമായി ചോദ്യം വന്നാൽ ഉറപ്പായിട്ടും അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞിരിക്കും. ഒരു ടെൻഷനും വേണ്ട. ഇത്തരത്തിൽ ഈ ലെവലിലേക്ക്, ഇത്തരത്തിലുള്ള ലെവലിലേക്ക് ചോദ്യപേപ്പറുകൾ നിങ്ങൾ നോക്കിയ വിശകലനം ചെയ്താൽ, ആത്മാർത്ഥമായി വിശകലനം ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. നല്ല നിലവാരം പുലർത്തി വളരെ മനോഹരമായ ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പോൾ ഈ സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുക. നമ്മൾ പഠിപ്പിക്കുന്നത് ഏതൊക്കെ തരത്തിൽ നമ്മൾ പഠിപ്പിച്ചാലും, നിങ്ങൾ ഏതൊക്കെ തരത്തിൽ റെഫർ ചെയ്താലും, പരീക്ഷാ ഹാളിൽ വെച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റുന്നു എന്നതാണ് യഥാർത്ഥമായൊരു പി എസ് സി പഠനമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നല്ല നിലവാരമുള്ളൊരു ചോദ്യമാണ്. എഴുതിയവർക്കൊക്കെയും അവരുടെ പഠിത്തത്തെക്കുറിച്ച് ബാഡായിട്ടേ പറയാനുണ്ടാവൂ. പഠിത്തം മോശം എന്നൊക്കെ സ്വന്തമായിട്ട് വിലയിരുത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ വിലയിരുത്തണ്ട. നിങ്ങളുടെ വർക്ക് കുറയ്ക്കരുത്, ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് വിജയം സുനിശ്ചിതം, വിജയം ഉറപ്പ്. അപ്പോൾ ഇതിൽ വർക്ക് ആൻഡ് ടൈം എന്ന ഭാഗത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യമാണ് ഞാനിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുവാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ ആ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ചോദ്യം ഇങ്ങനെയായിരുന്നു: അരുണിന് 80 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിയും. അവൻ 10 ദിവസം ജോലി ചെയ്യുന്നു. തുടർന്നുള്ള ബാക്കി ജോലി അനിൽ മാത്രം 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. അരുണും അനിലും ചേർന്നാൽ ഈ ജോലി എത്ര സമയം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ചോദ്യം. അപ്പോൾ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് യഥാർത്ഥമായ ചോദ്യം. അപ്പോൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ബോർഡിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് അരുണാണ്. അരുൺ പറയുന്നു അരുണിന് ഒരു ജോലി ചെയ്യാൻ 80 ദിവസം വേണമെന്ന് പറയുന്നു. പുള്ളി 10 ദിവസം ജോലി ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ 80-ൽ 10 ജോലി അവൻ ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ 8-1 ജോലി അരുൺ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. 8-1 ജോലി, ഏതോ ഒരു ജോലിയുടെ 8-1 ചെയ്യാൻ അരുണിനെടുത്തത് 10 ദിവസം. ഈ ലോജിക്ക് മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നേക്കാം. 8-ൻ്റെ ഒരു ഭാഗം അവൻ തീർത്തു. അപ്പോൾ ഈ 8-ൽ ഒരു ജോലിയുടെ 8-1 ഭാഗം 10 ദിവസം കൊണ്ട് തീർത്തുവെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 80 ഡേയ്സ്. ഇത് കൊടുത്തിട്ടുണ്ട്, ശരിയല്ലേ? 80 ദിവസം എടുക്കാമൻ ആ ജോലി പൂർത്തിയാക്കാൻ. ഇനി ഈ ഒരു കണ്ടീഷൻ നമുക്ക് വേണം. ഇവിടേക്ക് തിരിച്ചു വാ. 8-1 ജോലിയാണ് അവൻ ചെയ്തത്, ശരിയല്ലേ? അപ്പോൾ 8-1 ജോലി കഴിഞ്ഞാൽ മിച്ചം 8-ൽ 7 ജോലിയുണ്ട്. അതുകൂടെ ചേർന്നാലേ 8-ൽ 8 ആകത്തുള്ളൂ, ശരിയല്ലേ? 8-1 ജോലി അവൻ ചെയ്തു. ഇനി 8-ൽ 7 ജോലി മിച്ചമുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ ആരാണ് അടുത്ത് വരുന്നയാൾ? അനിലാണ്. അനിൽ. അപ്പോൾ അനിൽ എന്ത് ചെയ്യുന്നു? അനിൽ 8-ൽ 7, എക്സിൻ്റെ ഒരു ജോലിയുടെ 8-ൽ 7 ഭാഗം, അതാണ് എൻ്റെ ബാക്കി ജോലി, ശരിയല്ലേ? ബാക്കി ജോലി 8-ൽ 7 ഭാഗം അവൻ എത്ര ദിവസം കൊണ്ട് തീർത്തു? 42 ഡേയ്സ് കൊണ്ട് തീർത്തു, ശരിയല്ലേ? എങ്കിൽ എക്സ് നിങ്ങളെടുത്ത എക്സം എന്തായിരിക്കും? 42 × 8/7. ഓക്കെ, 42 × 8/7 എത്രയാ? 6-8 6-7 42. അപ്പോൾ 6-8 എത്രയാ? 6-8 48 ഡേയ്സ് വേണം ആർക്ക്? അനിലിന് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? 48 ദിവസം വേണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ബാക്കി ഓക്കെ. ബാക്കി നമ്മൾ ചെയ്യുന്ന എഫിഷ്യൻസി വെച്ചുള്ള കണക്ക് തന്നെയാണിത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? അരുൺ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും? 80 ദിവസം കൊണ്ട് തീർക്കും. എന്നാൽ അനിൽ അതേ ജോലി 48 ദിവസം കൊണ്ട് തീർക്കും. രണ്ടുപേരുടെയും LCM ആയിരിക്കും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 80 48 LCM എത്രയാ?
8 കൊണ്ട് നേരിട്ട് എടുക്കുകയാണെങ്കിൽ 10 8 80, 6 8 48, 2 കൊണ്ട് എടുത്താൽ 5 3. അപ്പോൾ 8 5 40, 42 80, 324, 240 LCM. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 240 ആയിരിക്കും. 240 ഭാഗം 80, 240 ഭാഗം 80 എന്ന് പറഞ്ഞാൽ 324 3. 240 അത് 80 ദിവസം കൊണ്ടാണ് അവൻ തീർക്കുന്നത്. അപ്പോൾ 3 അവൻ്റെ ഒരു ദിവസത്തെ പണി, ഒരു ദിവസത്തെ ഇവൻ്റെ വർക്ക് 3. അതുപോലെ 240 ഭാഗം 48, 240 ഭാഗം 48 5 ഒരു ദിവസം അനിൽ ചെയ്യുന്ന പണി. രണ്ടുപേരും കൂടി ചേർന്നാൽ ഒരു ദിവസം 8 പണി ചെയ്യും. രണ്ടുപേരും കൂടി ചേർന്നാൽ 8 പണി ചെയ്യും. എങ്കിൽ രണ്ടുപേരും കൂടി ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്ന് ÷ 8 എത്രയാ? 30 ദിവസം കൊണ്ട് തീർക്കും. ഇതിൻ്റെ ഓപ്ഷൻ എ എന്നതാണ് ഇതിൻ്റെ ഉത്തരം. ഓക്കെ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇതിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി ഇനിയും വരും. അടുത്ത ക്ലാസ് വരേക്കും ബൈ.